ഏത് ഭൂമിയിലും ആർക്കും ഒരു പരാതി കൊടുക്കാം, അതനുസരിച്ച് നോട്ടീസ് വരണം. ആ നോട്ടീസ് കിട്ടിയ ഉടനെ ഇതിന്റെ പൊസഷൻ ഈ വഖഫ് ബോർഡിനെ ബോധിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കുന്ന സാമൂഹ്യ പ്രത്യാഘാതം എത്ര ഗുരുതരമാണെന്ന് അങ്ങേക്ക് അറിയാത്തതാണോ ഷിമായ് നാജി? ഇല്ല, ഒരു പ്രത്യാഘാതത്തിന്റെ പ്രശ്നമില്ല. ഒരു ഭൂമി അഭിലാഷ് ഒരു ഭൂമി കൈവശം വെക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആ ഭൂമിയുടെ മേൽ മറ്റൊരു അവകാശം ഉന്നയിച്ചാൽ അതല്ല, അത് എന്റേതാണ് എന്ന് തെളിയിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനുള്ള രേഖകളും ഈ രാജ്യത്തുണ്ടാവും. അത് കാണിച്ച് തെളിയിക്കേണ്ട ഒരു വിഷയം മാത്രമേ അതിലുള്ളൂ. ചെയ്തത് മറച്ചു വെച്ച് ഉണ്ടായ ഒരു ക്രയവിക്രയമാണെങ്കിൽ അത് സംബന്ധമായ ബുദ്ധിമുട്ടുണ്ടാവും, അല്ലാതെ ഒരു ബുദ്ധിമുട്ട് വരാൻ പോകുന്നില്ല. അവിടെയാണ് പ്രശ്നം. കൊടുത്തിട്ടുള്ള വേറൊരു നോട്ടീസ് ഞാൻ വായിക്കാം. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ഇരയേക്കൽ ചാരിറ്റബിൾ ട്രസ്റ്റ് വഖഫിന്റെ ഉടമസ്ഥയിലുള്ള ചാവക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിലെ 2644/1888 നമ്പർ ആധാരപ്രകാരം ചാവക്കാട്, ഗുരുവായൂർ, ഒരുമനയൂർ താലൂക്കുകളിലായി സ്ഥിതി ചെയ്യുന്ന 5 ഏക്കറിന് മുകളിൽ വരുന്ന വഖഫ് വസ്തുക്കൾ തിരിച്ചുപിടിക്കുന്നത് സംബന്ധിച്ച് ബോർഡിന് മുമ്പാകെ ഉണ്ടായിരുന്ന ഹർജിയിലുള്ള ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ 3 മാസത്തിനുള്ളിൽ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് താഴെ ആൾക്കാരുടെ പേരൊക്കെ ഉണ്ട്. കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. കിട്ടിയല്ലേ? ഇവര് പറയാണ് എത്രയോ കാലമായി 5 തലമുറയായി ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്വത്താണ്. അവർ 2021-22 വരെ അവിടെ നികുതി അടച്ച് എല്ലാ നിലയ്ക്കും ജീവിച്ചിരുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിപ്പോൾ നോക്കൂ, അവരുടെ ഭൂമി വിൽക്കാൻ പറ്റുന്നില്ല. ഭൂമി വിട്ടിട്ടൊരു കല്യാണം നടത്താമെന്ന് വെച്ചാൽ പറ്റുന്നില്ല. ആ ഭൂമി പണയപ്പെടുത്തിയിട്ടൊരു ലോൺ എടുത്തിട്ട് വിദ്യാഭ്യാസം മക്കൾക്ക് കൊടുക്കാന്ന് വെച്ചാൽ പറ്റുന്നില്ല. ഈ നടപടിക്രമം കൊണ്ട് എത്ര മനുഷ്യരാണ് ബുദ്ധിമുട്ടുന്നത് ഷിമായ് നാജി? ഇതൊരു നിസാര പ്രശ്നമായിട്ട് എങ്ങനെ കാണരുത്? ഓക്കെ, നിങ്ങൾക്ക് രേഖയില്ലേ, ആ രേഖ വന്ന് തെളിയിച്ചാൽ പോരെ എന്നൊക്കെ വളരെ കാഷ്വൽ ആയിട്ട് പറയല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും സാറേ. നിങ്ങൾ ഇങ്ങനെ ഏകപക്ഷീയമായി പറയുന്നതല്ല ശരി. ഒരാളൊരു കത്തയച്ചാൽ അത് ഭൂമി വഖഫാണ് എന്ന് പറഞ്ഞൊരു കത്തയച്ചാൽ വഖഫ് ബോർഡ് അതിന്റെ പിന്നാലെ പോകുന്ന പ്രശ്നമില്ല. തെറ്റിദ്ധരിപ്പിക്കരുത്. നിങ്ങൾ കാര്യമറിയാതെ എന്നെ തെറ്റിദ്ധരിച്ചില്ലേ? ഒരു തെറ്റിദ്ധാരണയില്ല. ഞാൻ തെറ്റിദ്ധരിപ്പിച്ചതല്ല. 187 കുടുംബങ്ങളാണ് ഈ പറഞ്ഞ സർവേ നമ്പറുകളിലായി 187 കുടുംബങ്ങളാണ് സാർ താമസിക്കുന്നത്. അവര് രാവിലെ 87 പറഞ്ഞ കാര്യമാണ്. പോത്തിനോട് വേദോദാണ്, വെറുതെ സമയം കളയാൻ. ശരി, അനാവശ്യമായി അവർക്ക് നോട്ടീസ് വന്നിട്ടില്ല. അതിലേതെങ്കിലും കാലത്ത് വഖഫ് ചെയ്തത് മറച്ചു വെച്ച് ആരറിയാനാണ് ഇതൊക്കെ? ഇപ്പൊ മുന്നാധാരം അടക്കം പരിശോധിച്ച് നിയമപരമാണ് എന്ന് മനസ്സിലാക്കി വാങ്ങിച്ച ഭൂമിയുടെ മുകളിൽ ഒരു സുപ്രഭാതത്തിൽ നോട്ടീസ് വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റുന്നു? ആരെ കാണിക്കാനാണ് ഈ പ്രകടനം? ആ വിഷയത്തിന്റെ ഒരു സെൻസിറ്റിവിറ്റി മനസ്സിലാക്കിയിട്ട് വേണ്ടേ വഖഫ് ബോർഡ് ഇടപെടാൻ? അതുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാവില്ല. ഇവർക്ക് വന്ന നോട്ടീസിൽ ആരാണ് ആ നോട്ടീസിൽ ഒപ്പുവെച്ചത് അവരുടെ മുമ്പിൽ ഇത് ബോധ്യപ്പെടുത്തിയാൽ മതി. കേരള സ്റ്റേറ്റ് വഖഫ് ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ വാങ്ങിയതാണ് എന്ന് അവരുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുന്നതോടുകൂടി വിഷയം അവസാനിക്കും. ഇപ്പൊ ഏകദേശം ഇവിടുത്തെ ക്രമസമാധാനം മനസ്സിലായില്ലേ? ഇപ്പൊ 2-3 കൊല്ലമായി ഈ പറഞ്ഞ ചാവക്കാട്ടെ വിഷയം. അവർ 2022 വരെ കരമടച്ചിട്ടുള്ള ഭൂമിയാണ്. 2-3 വർഷമായി 2022 വരെ കരമടച്ചിട്ടുണ്ടെങ്കിൽ 2024 കരമടയ്ക്കാം. കരമടയ്ക്കാൻ പറഞ്ഞോ? അതവിടെ ബോധ്യപ്പെടുത്തിയാൽ വിഷയം തീരും. ഇതൊക്കെ എപ്പോ ബോധ്യപ്പെടണം? എങ്ങനെ ബോധ്യപ്പെടും? ഇതൊക്കെ എപ്പോൾ എങ്ങനെ ബോധ്യപ്പെടും? ഞാൻ നേരത്തെ 2-3 വിഷയങ്ങൾ പറഞ്ഞല്ലോ. ഇതുപോലെയുള്ള വിഷയങ്ങൾ വളരെ വ്യാപകമായി വരുമ്പോ ഇതൊരു സെൻസിറ്റീവായ ഇഷ്യൂ ആണ് എന്ന നിലയിലുള്ള പ്രതികരണമെങ്കിലും നടത്താനുള്ള ബാധ്യത വഖഫ് ബോർഡിന് ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഒരു മര്യാദ വേണ്ടേ ഗവൺമെന്റിന് ഇതിൽ ഉത്തരവാദിത്തമില്ല. ഒരാഴ്ച മുമ്പ് കേരള സ്റ്റേറ്റ് ഗവൺമെന്റോ അതല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം ഉണ്ടാക്കിയതാണ് നിയമം എന്നുള്ള രൂപത്തില. ഇപ്പൊ കഴിഞ്ഞ കുറെ ദിവസമായി ഇവിടെ ചർച്ചകളിലൂടെ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നത്. ഇത് അന്തരീക്ഷ മലിനീകരണത്തിന്റെ പ്രശ്നമല്ല സാർ. മുനമ്പം എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന 609 കുടുംബങ്ങളുടെ വിഷയം, ചാവക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന 187 കുടുംബങ്ങളുടെ വിഷയം, വയനാട് തവിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന 5 കുടുംബങ്ങളുടെ വിഷയം. ഇത് ആരോ ശബ്ദ മലിനീകരണം ഉണ്ടാക്കുന്നതല്ല, ഈ ആളുകളുടെ വിഷയമല്ലേ? എനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങ് എന്താണ് അങ്ങനെ പറയുന്നത് എന്ന്. മലയാളികൾക്ക് അപമാനമായിട്ട് നിന്റെയൊക്കെ വീട്ടിലാണ് ഇതുപോലെ സംഭവിക്കുന്നെങ്കിൽ ആരാന്റെ അമ്മയ്ക്ക് പ്രാന്ത് ഓടിക്കുമ്പോ കാണാൻ നല്ല രസമല്ലേ? മനസാക്ഷിയില്ലാത്തമാര് ഈ അന്തരീക്ഷ മലിനീകരണം നടത്തുന്നത്. ഇപ്പൊ ഈ അന്തരീക്ഷ മലിനീകരണത്തിന് ഇന്ത്യ രാജ്യത്ത് അങ്ങനെ നിയമം ഇന്നും നിലവിലില്ല. ഒരു ഭൂമിയും ആ നിയമത്തിന്റെ സാധ്യതകൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇവിടുത്തെ പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള വിവരം വേണ്ട ഇയാൾക്ക്. കേരള ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി വന്നു. ഒരു സെക്കൻഡ് ഷിമായ് നാജി, ഒരൊറ്റ കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താം. അങ്ങ് വഴങ്ങൂ. ഒന്നും ഇങ്ങോട്ട് പറയണ്ട, പറയണ അങ്ങോട്ട് അനുസരിച്ചാൽ. ഇവിടൊക്കെ പോയി നീതിക്ക് വേണ്ടി പോകാനുള്ള അവകാശമുണ്ടായിരിക്കും. 1980 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം
പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? അല്ല, ഒരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. എത്ര കാലവും എത്ര സമയവും എത്ര എഫർട്ടും അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഒറ്റ കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. താങ്കളുടെ കോഴിക്കോട് ഉണ്ടായ വിഷയമാണ്. കോഴിക്കോട് വെള്ളിമാട് കുന്നിനടുത്ത് മേരിക്കുന്നിൽ ഒരു പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. ആ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് JDT ഇസ്ലാമിന്റെ കെട്ടിടത്തിലാണ്. അവർക്ക് ഒരു വാടക കരാർ ഉണ്ടായിരുന്നു. ആ കരാർ അനുസരിച്ച് JDT ഇസ്ലാമിന്റെ കെട്ടിടത്തിൽ പോസ്റ്റ് ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പോസ്റ്റ് ഓഫീസ് 2004 ആയപ്പോൾ അവർക്ക് ആ കെട്ടിടത്തിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയണം. അതുകൊണ്ട് വേറൊരു കെട്ടിടം കൊടുത്തു, അവരുടെ തന്നെ കോംപ്ലക്സിൽ. അങ്ങനെ വേറൊരു കെട്ടിടത്തിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇവരോട് ഈ വാടകക്കാരോട് ഒഴിയാൻ ആവശ്യപ്പെട്ടു. ആ സമയത്ത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസ് പത്രങ്ങളിലൊക്കെ പരസ്യം കൊടുത്തു, കെട്ടിടം തേടിക്കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ, പോസ്റ്റ് ഓഫീസ് അവിടെ നിന്ന് മാറ്റിയാൽ വേറൊരു സ്ഥലത്തേക്ക് മാറണമല്ലോ. അതിനിടയിൽ ഈ പറഞ്ഞ എവിക്ഷൻ പ്രൊസീഡിങ്സ് നടന്നു. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത് ഇന്ത്യൻ പോസ്റ്റൽ സർവീസിന്റെ ഭാഗമുള്ള ആ പോസ്റ്റ് ഓഫീസിൽ ജീവനക്കാരായ പോസ്റ്റ് മാസ്റ്റർക്കും പോസ്റ്റ്മാനുമെതിരെ ഈ വഖഫ് ആക്ടിന്റെ 152A അനുസരിച്ച് ക്രിമിനൽ കേസ് എടുത്തിരിക്കുകയാണ്. നോക്കൂ, അത് ആ വകുപ്പിന്റെ ദുരുപയോഗമല്ലേ? ഒരു പോസ്റ്റ് ഓഫീസുമായി ബന്ധപ്പെട്ട തർക്കം. സാധാരണ ഇപ്പോൾ വാടക ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ എത്രയൊക്കെ തർക്കങ്ങൾ ആരൊക്കെ തമ്മിൽ നടക്കാറുണ്ട്. സ്വാഭാവികമായി നടക്കുന്ന തർക്കമല്ലേ? അവിടെ ഈ വഖഫ് ആക്ടിന്റെ 152A പ്രയോഗിക്കുകയും പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററെയും ക്രിമിനൽ കേസിൽ പ്രതിയാക്കുകയും ചെയ്തു. ഇന്ന് കേരള ഹൈക്കോടതി ആ കേസ് ക്വാഷ് ചെയ്തിട്ടുണ്ട്. ഈ കേസ് നിലനിൽക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ദുരുപയോഗം ചെയ്യപ്പെടാവുന്ന ഒരു ആക്ടാണ് ഈ 2013 ഭേദഗതി എന്നുള്ളത് വസ്തുതയാണ്. അത് അഭിസംബോധന ചെയ്യാതെ നമുക്ക് എങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുക? ശ്രീ മൈനാജി, ഒരു നിയമത്തിന്റെ ദുരുപയോഗത്തിന്റെ ക്ലാസിക് ആയിട്ടുള്ള എക്സാമ്പിൾ അല്ലേ? ഒരു പോസ്റ്റ്മാനെയും പോസ്റ്റ് മാസ്റ്ററെയും ഈ വഖഫ് ആക്ടിലെ 152A അനുസരിച്ച് ക്രിമിനൽ കേസിൽ പെടുത്തത് ശരിയായിരുന്നോ? 11 കൊല്ലം കഴിഞ്ഞു. ഇവിടെ അത് ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇന്ത്യ രാജ്യത്ത് ആരും ഇതുവരെ വന്നിട്ടില്ല. അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും ദുരുപയോഗം നടന്നിട്ടുണ്ടെങ്കിൽ അതിന് കേസ് പറയാനുള്ള അവകാശം വഖഫ് ട്രിബ്യൂണലിനുണ്ട്. അതിന് കേരള ഹൈക്കോടതി നൽകിയ ഉത്തരവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. കോടതിയുണ്ട്, അതൊക്കെ ഇവിടെ ഉപയോഗപ്പെടുത്താലോ? ഞാൻ പറഞ്ഞു മാനാജി, ഇപ്പൊ നോക്കൂ, 2014 നടന്ന സംഭവമാണ് ഇത്. ഇതിപ്പോ 2024 10 കൊല്ലം. ആക്ഷേപിക്കാൻ നിങ്ങളൊരു മാധ്യമം ദുരുപയോഗം ചെയ്യരുത്. അയ്യന്റെ മോനെ, നോക്കൂ, ഇവിടുത്തെ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിന് മുകളിൽ ഇങ്ങനെ ഒരു നിലപാടാണോ സ്വീകരിക്കേണ്ടത്? എന്നെ കഷ്ടല്ലേ? കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പം. നേരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് എന്ന് പറയുന്നത് എന്ത് നീതിരാഹിത്യമാണ് സാർ? അതിന് 10 കൊല്ലം അവർ കേസ് നടത്തി ഒടുവിൽ ഹൈക്കോടതിയിൽ പോയിട്ടാണ് ആ കേസ് ക്വാഷ് ചെയ്യിച്ചത്. നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ? മാതൃഭൂമി പോലെയുള്ള ചാനൽ വെച്ച് ഏകപക്ഷീയമായി ഇവിടുത്തെ ചില വർഗീയവാദികൾ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യാൻ പാടില്ല. ഇല്ലില്ല, ഇതിപ്പോ താങ്കൾക്ക് വിഷയം മനസ്സിലാവാത്തൊന്നുമല്ലല്ലോ. ഏതെങ്കിലും വിഷയത്തിൽ പ്രതിരോധത്തിലാകുമ്പോ വേറെ കാർഡിറക്കല്ലേ? അത് മോശമാണ്. അല്ല, ചവിട്ടിയത് അണലിയാണില്ല. ഇത് വളരെ സ്പെസിഫിക് ആയ സിമ്പിൾ ആയ ഒരു കാര്യം. എന്താണിത്? ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട. അങ്ങനത്തെ തർക്കത്തിലേക്ക് പോകണ്ട. ഇതിപ്പോ വളരെ സിമ്പിൾ ആയ ഒരു കാര്യം ഞാൻ ചോദിച്ചല്ലേ. സംഘപരിവാർ നരേറ്റീവുകൾ അഭിലാഷ് ആവർത്തിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ആവർത്തിച്ച ഒരു സംഘപരിവാർ നറേറ്റീവ് പറയും, എന്നിട്ട് ബാക്കി നമുക്ക് ചർച്ച നടത്താം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ? ഒരു സംഘപരിവാർ നറേറ്റീവ് പറയും. ഞാൻ പറയാം, ഈ സംസ്ഥാനത്തൊരു വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട നോട്ടീസ് പോകുന്നതും ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ പുരോഗമിക്കുന്നതും എല്ലാ പൊതുസ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരം ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് അഭിലാഷ് ആവർത്തിച്ചു പറയുന്നു, വഖഫ് ബോർഡിന് നാട്ടിലെ ഏത് ഭൂമിയും തങ്ങളുടേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് അയക്കാമെന്ന്. എന്തൊരു ഭംഗത്വമാണ് അഭിലാഷ്! ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു കാലം പറയാത്ത ഒരു കാര്യം പറഞ്ഞു നിങ്ങളത് പറഞ്ഞില്ലേ? നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ശരിയായില്ല കേട്ടോ എന്ന് ചർച്ച ചെയ്തതിനാണ് നമ്മൾ ആ രീതിയിലുള്ള സംവാദമായി നിങ്ങൾ പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് വിചാരിക്കുക. പ്രേക്ഷകർ ആളുകളാണല്ലോ, അതിലാണ് പ്രേക്ഷകർ അങ്ങനെ വിചാരിക്കുന്നത്. വരുമ്പോഴാണ് ഉദാഹരണങ്ങളിൽ ആ ഭൂവുടമകളുടെ താല്പര്യം സംരക്ഷിക്കണം, ആ ഭൂവുടമകൾക്ക് അവർക്ക് ആശ്വാസം കൊടുക്കണമെന്ന നിലപാട് എന്തുകൊണ്ടാണ് താങ്കൾക്കില്ലാത്തത്? അവിടെയാണ് പ്രശ്നം. ഞാൻ പറഞ്ഞല്ലോ, തവിഞ്ഞാലിൽ ഇതൊന്നും ഒരു മതവിഭാഗത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിന്റെ മാത്രമോ ആയ പ്രശ്നമേ അല്ല.
ഇവിടെ കുടിയുറക്ക് ഭീഷണി നേരിടുന്ന നിങ്ങൾക്ക് ഭൂമിയിൽ നിന്ന് ഇറക്കി വിടണം എന്ന നിലയിലുള്ള അവസ്ഥ നേരിടുന്ന ആളുകൾക്ക് ആശ്വാസം കൊടുക്കണം. അവർക്ക് ഈ കാര്യത്തിൽ പരിഹാരം വേണം എന്നെന്തുകൊണ്ടാണ് തോന്നാത്തത്? അതൊന്നും എന്റെ വിഷയമാവില്ല. ഇവന് വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? സംയുക്ത അല്ല, ഞാനൊന്ന് പറയട്ടെ, നിങ്ങളെ ആവർത്തിച്ച് പറയല്ലേ, ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ അങ്ങനെ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണെന്ന് ചോദിച്ചാൽ എന്നെ പേടിപ്പിക്കൊന്നും വേണ്ട. ഇതെന്തോന്ന് സാധനം, ഈനാൻ പറ്റിയ മരപ്പട്ടിയോ? രണ്ടും കൂടെ കുറേശ്ശെ. വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട് 100, 150 കൊല്ലം 50 കൊല്ലം മുമ്പൊക്കെ വല്ല വ്യവഹാരങ്ങളിലും പെട്ട ഭൂമിയാണ് എന്ന പരാതി വരുമ്പോൾ ആ പരാതിയിൽ ന്യായമുണ്ട് എന്ന് വഖഫ് ബോർഡിന് തോന്നുന്ന സാഹചര്യത്തിലാണ് നോട്ടീസ് അയക്കുന്നത്. ഒന്ന് നിർത്ത്. ഞാൻ ഹംസ ഫൈസി ഒന്ന് കാണൂ. അദ്ദേഹം ഏത് വഖഫിന്റെ പൂർവ്വ വ്യവഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കുടിയിറക്ക് ഭീഷണി നേരിടുന്നത് അദ്ദേഹത്തോട് ചോദിക്കൂ. അത് പിന്നെ ന്യായങ്ങൾക്ക് മുമ്പിൽ എല്ലാവരും കൂടെയുണ്ട്. അപ്പൊ ഹംസ ഫൈസി പറയുന്നത് സംഘപരിവാർ നറേറ്റീവ് അല്ലല്ലോ. ഫൈസി പറയുന്നത് സംഘപരിവാർ നറേറ്റീവ് അല്ലെങ്കിൽ, ചാവക്കാട്ടെ റംലത്ത് പറയുന്നത് സംഘപരിവാർ നറേറ്റീവ് അല്ലെങ്കിൽ, ഞാൻ പറയുന്നത് സംഘപരിവാർ നറേറ്റീവ് അല്ല. അത് അടിസ്ഥാനപരമായ ഒരു മനുഷ്യാവകാശ വിഷയമാണ്. പക്ഷേ വിഷയമാണ് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. വിഷയമാണ് അഭിസംബോധന ചെയ്യപ്പെടേണ്ടത്. വയനാട്ടിലെ പ്രശ്നം എന്താണ്? ബന്ധപ്പെട്ട രേഖകൾ വെച്ച് നാളെ നിങ്ങൾ 1 മണിക്കൂർ വെച്ചോ, ഞാൻ കാസർഗോഡ് ബ്യൂറോയിൽ നിന്ന് കയറിക്കോളാം. ഞാൻ ഇന്ന് കാസർഗോഡേക്ക് പോവുക. നിങ്ങളുടെ കയ്യിൽ മാത്രമേ രേഖയുള്ളൂ. എന്റെ നിങ്ങൾ നീണ്ട നേരം ചർച്ച അതിന് മര്യാദകളല്ലേ? പി ജയരാജൻ എന്നൊരു നേതാവുണ്ടല്ലോ CPM-ന്. പി ജയരാജൻ എന്ന നേതാവ് വൺമാൻ ഷോ ആണത്. അഭിലാഷിന്റെ എന്തുകൊണ്ടാണ് വൺമാൻ ഷോ എടുക്കുന്നത്? നിങ്ങൾ ഇടത് വലത് മുന്നണികളുടെ ഇരട്ടത്താപ്പ് കൊണ്ട് പി ജയരാജൻ എന്ന വീട്ടിൽ പോകണം സാർ. നിങ്ങൾ കൊണ്ടുവരുന്നത് പി ജയരാജൻ എന്ന വീട്ടിൽ ഗവൺമെന്റിനെതിരായ നിലപാട് വളർത്താൻ BJP-യുടെ കയ്യിൽ ആയുധമായി മാറുന്നു. വെറുതെ കിടന്ന് ഉരുളാദാശനെ. നിങ്ങൾക്ക് എന്ത് പറയാം? പി ജയരാജൻ ആരുടെ കയ്യിൽ ആയുധമാണ്? നിങ്ങളുടെ സുരേഷ് ഗോപിയുടേതാണ്. പി ജയരാജൻ ടോൺ ഗോപാലകൃഷ്ണന്റേതാണ്. ഇതേ തുറന്ന് കാട്ടപ്പെടുമ്പോ ചെമ്പ് തെളിയുമ്പോ ഉള്ള വാദമാണ്. പി ജയരാജൻ ഇന്നാ വീട്ടിൽ പോയല്ലോ. പി ജയരാജൻ ആരുടെ വിഷയമാണ് ഉന്നയിച്ചത്? കഴുതേ ആനാന്ന് പറയുമ്പോ ചേനാന്ന് കേൾക്കുന്ന ഇവനെ കൊണ്ട് തോറ്റു. പി ജയരാജൻ പോയല്ലോ ഇന്ന് അവിടെ. ആയുധമായി മാറുന്നു അഭിലാഷ്. നിങ്ങൾക്ക് വർഗീയവാദം തുറന്നു കാട്ടപ്പെടുമ്പോ മറ്റുള്ളവരും വർഗീയവാദികളാണെന്ന് തോന്നും. സ്വാഭാവികമാണ്. അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. അംഗീകരിക്കാത്തത് ആരാണ്? നിയമത്തിൽ പെശകുണ്ടെങ്കിൽ ആദ്യം തിരുത്തണമെന്ന് ഞങ്ങൾ പറയും. എവിടെ പറഞ്ഞു? വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? ഇനിയെങ്കിലും ഒന്ന് നിർത്തണേ നിന്റെ ഈ പുളുപടി. സുപ്രീം കോടതിയിലായാലും കുടിയിറക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. മുനമ്പത്തെ ആളുകളെ ഇറക്കി വിടില്ല എന്ന് നിങ്ങൾ എന്ന് പ്രഖ്യാപിച്ച നിലപാട്, ജില്ലാ സെക്രട്ടറി നിലപാട് നിങ്ങൾ എന്ന് പ്രഖ്യാപിച്ചു? ജനങ്ങളോടൊപ്പം പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. അതിന്റെ ആയുധമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റാണ് അഭിലാഷ്, തെറ്റാണ്. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. നിങ്ങളുടെ ശ്രമം പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് വേണ്ട. എനിക്ക് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. അമ്പമ്മേട്ടാ ഇയാള് ഭയങ്കരനാട്ടാ, ഭയങ്കര. മീഡിയ എത്തിക്സ് അല്ല. ശശിയെ ഈ എന്നാണ് ഈ പറയുന്നത്?
നിങ്ങൾക്ക് പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നോ? പൊളിറ്റിക്കൽ എത്തിക്സ് ഉണ്ടായിരുന്നോ? നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എന്ന് എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കാൻ ഞാൻ പറയാം. വിശ്വാസമായില്ല. ഞങ്ങളുടെ തെറ്റെന്ത്? ഞാൻ പറയാം. നിലവിലുള്ള നിയമപ്രകാരം ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. ജനാധിപത്യ മുന്നണി ഒരു മിനിറ്റ് മിണ്ടാതിരുന്നാൽ ഞാൻ പറയാം. പറ്റുമോ? ആദ്യം നിന്റെ ഷോ നിർത്തും. നിയമസഭയിൽ വന്നിട്ടുണ്ട് ഷിജു. അന്ന് നിങ്ങളുടെ പ്രതിപക്ഷ കക്ഷി UDF നിയമസഭയിൽ പറഞ്ഞത് കയ്യേറ്റക്കാർക്ക് നികുതി അടയ്ക്കാൻ അവസരം കൊടുക്കരുത്, അനധികൃത കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കണം എന്നുള്ളതായിരുന്നു. അതായിരുന്നു UDF നിലപാട്. എന്തായിരുന്നു നിങ്ങളുടെ നിലപാട്? മന്ത്രി വഖഫിന്റെ ചുമതലയുള്ള മന്ത്രി V അബ്ദുറഹ്മാൻ 12/12/2022 പറഞ്ഞതാണ് പ്രഖ്യാപിത നിലപാട്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾ ഇപ്പോ കരമടക്കാൻ അനുമതി കൊടുത്തിട്ടുള്ളത് താൽക്കാലികമാണ്. UDFന്റെ നിലപാട് അതല്ല. കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും രണ്ട് കൂട്ടരുടെ നിലപാട്. തോറ്റാൽ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാണിച്ചാൽ എന്തും പറയരുത്. പറയാമോ? നിലപാട് അടങ്ങുമ്പോ വർഗീയത പറയുന്നതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം. കുറച്ചുകൂടി വളരും. എനിക്ക് പറയാനുള്ളൂ. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. എന്നാലും ഞാൻ വിചാരിച്ചില്ല. ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ച് വിരിച്ച് നടക്കാം. എന്തായാലും കലക്കിട നീ. നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കും.